ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങുവാണ് ബസ് പിടിക്കാനായിട്ട് വേണ്ടി. ഞങ്ങൾ ബ്രസൽസ് പോവാണ്. ബ്രസൽസ് ആൻഡ് ആന്റ്വെർപ്പ്, ഈ രണ്ട് സ്ഥലമാണ് നമ്മൾ ലാസ്റ്റ് വീക്കെൻഡ് പോയി ഒന്ന് ചുമ്മാ ചുറ്റി കറങ്ങി വന്നു. ആംസ്റ്റർഡാമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകുമ്പോഴത്തേക്കും 2.5 മണിക്കൂറിൽ നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് ബെൽജിയം എത്തും. അതേപോലെ തന്നെ ബെൽജിയത്തിൽ നിന്ന് ആന്റ്വെർപ്പ് വെറും 1 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബസ്സിലാണ് പൊതുവെ എവിടെ പോകാനാണെങ്കിലും അടുത്തുള്ള കൺട്രീസ് എല്ലാം നമ്മൾ ബസ്സിൽ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ചീപ്പർ ഓപ്ഷൻ. പിന്നെ ഒത്തിരി ദൂരം ഇല്ലാത്തതുകൊണ്ട് വേണ്ടി കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ രാവിലെ 6 മണിക്ക് എണീറ്റ് ബസ്സിന് വേണ്ടി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഞാൻ പൊതുവെ നടക്കാനായിട്ട് വേണ്ടി വരുന്നത്. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഏരിയ. തനിക്കറിയാം മാനിക്കൻ പിസ് പോലെ തന്നെ യാനിക്കൻ പിസ്സും ഉണ്ട്, പിന്നെ ഡോഗോ പിസ്സും ഉണ്ട്. അവർ 3 പേരും ഒരു ഫാമിലിയാ. അങ്ങനെയായിരുന്നു ഞാൻ വായിച്ചത്. എനിക്കിതിൽ എത്ര യാഥാർത്ഥികമായിട്ട് 100% ഷുവറിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അങ്ങനെ 3 സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പം നമ്മുടെ ബസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ലേറ്റാണ്. നമ്മളപ്പോൾ ഒരു കാർ എടുത്തിട്ട് ട്രാം സ്റ്റോപ്പ് വരെ പോവാം. അങ്ങനെ 1 മണിക്കൂർ മുമ്പേ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലെത്തി. സ്ലോട്ടഡാക്കിൽ നിന്നായിരുന്നു ബസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് ഒരു 2 മണിക്കൂറിൽ നമ്മൾ ബ്രസൽസ് എത്തി. ഞാൻ കയറിയ പാടെ തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ അവിടെ എത്തിയതെല്ലാം പെട്ടെന്നായിരുന്നു. അതിനുശേഷം അവിടെ എത്തിയ പാടെ ഞങ്ങൾ സൗത്ത് സൈഡിലായിട്ടാണ് ഇറങ്ങിയത്. അപ്പം അവിടെ ഭയങ്കര ഇങ്ങനെ ഷെയ്ഡി ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നടന്ന് ഞാൻ പറഞ്ഞു ഇതാണോ ബ്രസൽസ് എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നടന്ന് ഞങ്ങൾ നടുക്ക് സിറ്റിയുടെ അങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ നല്ല സ്ട്രീറ്റ്സൊക്കെ കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വന്ന് കണ്ടതാണ് ഈ കൊച്ചു പയ്യനെ, മാനിക്കൻ പിസിൻ്റെ ഹിസ്റ്ററി പല രീതിയിൽ പല സൈറ്റിൽ പലതുമാണ് പറയുന്നത്. ഞാൻ വായിച്ചിരിക്കുന്നതിൽ അവർ പറഞ്ഞിരിക്കുന്നത് പണ്ട് 14th സെഞ്ച്വറീസിലെങ്ങാണ്ട് പാലസിൻ്റെ അവിടെ തീ പിടിച്ചപ്പോൾ ഈ കൊച്ചു പയ്യൻ വന്ന് മുട്ടിയിട്ട് പോയി മൂത്രം ഒഴിച്ചിട്ട് ആ ഫയർ നിർത്തിയതെന്നാണ്. അപ്പോൾ അന്ന് മുതൽ ഈ പുള്ളിക്കാരനെ പല രീതിയിൽ ഇവർ ഇങ്ങനെ എന്താ പറയുക സ്റ്റാച്യൂസ് ഭയങ്കര ലക്കായിട്ട് കരുതിയിട്ട് അവരുടെ ബ്രസൽസിൽ പല സ്ട്രീറ്റിൽ പല ഏരിയയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പുള്ളിയുടെ മെയിൻ സ്റ്റാച്യു അവിടെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റാച്യു ഉണ്ട്, അത് ഇവിടുത്തെ മ്യൂസിയമിലാണ്. ഇത് അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കി അവർ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയും കേട്ടിട്ടുണ്ട് ഈ കൊച്ചു പയ്യൻ്റെ സ്റ്റാച്യുവിന് വേണ്ടി മാത്രം 1000-നെക്കാട്ടിലും കൂടുതൽ ഉടുപ്പുകൾ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അപ്പം പല ഫങ്ഷൻസിന് പല സമയത്ത് പല ഒക്കേഷൻസിന് അവർ ഉടുപ്പ് മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ തിരക്ക് നോക്കി, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ്. അപ്പം എല്ലാവരും വന്ന് ആ കൊച്ചു പയ്യൻ മുള്ളുന്നത് സ്പ്രേ ചെയ്യുന്ന പോലെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ആ ഏരിയ ആ സ്ട്രീറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. എന്താണ് ഒരു പാലസിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്പേസ് ഏരിയ ആണിതൊക്കെ. അപ്പം എല്ലാം യൂറോപ്യൻ സിറ്റീസിൽ ഒരു സിറ്റി സ്ക്വയർ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം കടകളിലെല്ലാം ഈ പയ്യൻ്റെ സ്റ്റാച്യൂസ് ഇങ്ങനെ എല്ലായിടത്തും മുക്കിനും മൂലയിലും ഈ പയ്യനുണ്ട്. ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് വേണ്ടി ഒരു ചോക്ലേറ്റ് സ്റ്റോറിൽ കയറിയപ്പോൾ അവിടെ ചോക്ലേറ്റിൻ്റെ ഷേപ്പിൽ വരെ ഈ പയ്യൻ്റെ ഷേപ്പിൽ വരെ ചോക്ലേറ്റും കൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ, അത്രയ്ക്കും വലിയൊരു എന്താ പറയുക കാര്യമാണ് ആ കൊച്ചു പയ്യൻ ചെയ്തത് അന്ന്. എനിവേസ്, അപ്പം ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വോഫിൾസ് കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ മെയിൻ ഗ്രാൻഡ് പ്ലേസിൻ്റെ അടുത്ത് തന്നെ ഈ മെയ്സൺ ഡാൻഡോയ് എന്ന് വെച്ചുകൊണ്ടുള്ള വോഫിൾ വോഫിൾ ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ തന്നെ അവിടെ തന്നെ ആദ്യം കയറി. എന്തിന് പൊതുവേ ഇവിടെ വന്ന് ഇതിനകത്ത് എൻട്രി കിട്ടണമെങ്കിൽ തന്നെ ഒരു നീണ്ട 20 മിനിറ്റിൻ്റെ ലൈനൊക്കെ നിന്നിട്ടാണ് കിട്ടേണ്ടത്. പക്ഷെ എന്തോ അന്ന് അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ലൈനൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് കയറിയിട്ട് അങ്ങ് കഴിച്ചേക്കാം എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ കയറി. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് സ്റ്റീംഡ് സ്ട്രോബെറീസ് വിത്ത് ലീച്ച് വാഫിൾസ്, അതേപോലെ തന്നെ ജോസും സെയിം ബ്ലീച്ച് വാഫിൾസ് തന്നെ വിത്ത് ചോക്ലേറ്റ് ആൻഡ് വാനില ഐസ്ക്രീം ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ 2 തരത്തിലത്തെ വാഫിൾസ് ഉണ്ട്. ഒരെണ്ണമാണ് ലീച്ച് വാഫിൾസ്, ഒരെണ്ണമാണ് ബ്രസൽ സ്പെഷ്യൽ വാഫിൾ. അപ്പം ഞങ്ങൾ ലീജാണോ ലേജാണോ എന്താ പറയുന്നത് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത്. ഇറ്റ് വാസ് റിയലി ഗുഡ്, ഡിലിഷ്യസ്.
ഐസ്ക്രീം കാണാൻ നല്ല രസം. അങ്ങനെ രാവിലെ രാവിലെ തന്നെ ഫുൾ ഷുഗർ സ്പൈക്കൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഒരു നെക്സ്റ്റ് സ്ട്രീറ്റ് തന്നെ ഓൺ ദ വേ ആണ് ഞാൻ ഈ പുള്ളിയുടെ ആക്ടർ തന്നെ അടിപൊളിയായിട്ട് ചെയ്തത്. ഇങ്ങനത്തെ കുറേ സ്ട്രീറ്റ് ആക്ട്സ് ഉണ്ട് അവിടെ. അതിൻ്റെയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് പല സ്ട്രീറ്റ് ആക്ട്സിൻ്റെ. അപ്പം ഇതാണ് അവിടുത്തെ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. എല്ലാം യൂറോപ്യൻ സിറ്റിയിൽ ഇങ്ങനെ ഒരു നടുക്കത്തെ ഒരു സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയർ എന്ന് പറയുന്ന പോലെ പല യൂറോപ്യൻ സിറ്റിയിൽ ഇങ്ങനെ സ്ക്വയർസ് ഉണ്ട്. അപ്പം ഇതായിരുന്നു ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസ്. സോ ഇത് വേറെ ഒന്നും അല്ലായിരുന്നു. ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂവാൻ തുടങ്ങി. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കപ്പിളിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ ഏരിയയിൽ കുറേ വെഡ്ഡിങ് അന്ന് കല്യാണം നടത്താനിരുന്ന കുറേ കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാവരുടെയും രജിസ്ട്രി കഴിഞ്ഞിട്ട് അവരവിടെ വന്നിട്ട് വേവ് ചെയ്യുക. അവരുടെ ഫ്രണ്ട്സും ഫാമിലി താരം നിൽക്കുമായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ചിയർ ചെയ്ത് നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. ഞാൻ അങ്ങനത്തെ സംഭവം കണ്ടിട്ടേ ഇല്ല. ഇതായിരുന്നു സ്ലീപ്പിംഗ് സ്റ്റാച്യു. ഇതിൻ്റെ ഹിസ്റ്ററി പോയി ഓൺലൈൻ വായിക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ലീപ്പിംഗ് സ്റ്റാച്യു നമ്മൾ തൊട്ടാൽ നമുക്ക് ലക്ക് വരും എന്ന് വെച്ചോണ്ട്. അപ്പം ഞാൻ പോയി ഫുൾ തൊട്ട് തിരുമ്മി തടവിയിട്ടൊക്കെയാണ് വന്നത്. ഇനി നോക്കാം ഈ വർഷം എന്ത് ലക്കാണ് വരുന്നതെന്ന്. അപ്പം അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് സ്ട്രീറ്റിൽ കൂടെ നടന്ന് വന്നപ്പം ബെൽജിയം ചോക്ലേറ്റ്സിൻ്റെ കടകൾ കണ്ടു. പിന്നെ ബെൽജിയത്തിൽ പോയാൽ ബെൽജിയം ചോക്ലേറ്റ് സ്റ്റോറിൽ എല്ലാവരും കയറുമല്ലോ. അപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ക്യാൻഡീസ് ട്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇതിനെക്കുറിച്ചും വായിച്ചായിരുന്നു. അപ്പം എനിക്ക് അവിടുത്തെ ബെൽജിയം ട്രഡീഷണൽ ക്യാൻഡീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ചില ഫ്ലേവേഴ്സ് വാങ്ങിച്ച് ട്രൈ ചെയ്തു. Strawberry ആണ്, ബനാന ആണ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഒരു സ്വർഗം പോലെ ആയിരിക്കും. ഇതിന് എന്ത് തരത്തിലത്തെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി, അവിടെ എല്ലാം തരത്തിലുള്ള ചോക്ലേറ്റ് അവൈലബിൾ ആയിരുന്നു. ഞാൻ വാങ്ങിച്ച ക്യാൻഡി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ മെൽറ്റഡ് ജെലി പോലെയാണ് ടെക്സ്ചർ. പിന്നെ വെളിയിൽ ഡ്രൈഡ് ഷുഗർ കോട്ടഡ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഞാൻ കഴിക്കാത്ത ഒരു ക്യാൻഡി പോലെയായിരുന്നു. അപ്പം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒത്തിരി മധുരം അതിന്. അതുകൊണ്ട് ഒരെണ്ണത്തിൽ തന്നെ എനിക്ക് മതിയായി. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗാലറി ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നടന്ന് കടകളൊക്കെ നോക്കി എൻജോയ് ചെയ്തു. So you broke them best of me. Only you can hold me. Love you, show you what them. He's your manager. സോ ഞങ്ങൾ പോയ അന്ന് നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു. എങ്ങാണ്ട് 24-25 ഡിഗ്രീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൊത്തം നടക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് നടക്കുന്ന അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പിന്നെ പയ്യെ ഇപ്പം എനിക്ക് നടന്ന് സിറ്റീസ് കാണാനാണ് ഇഷ്ടം. എന്തിനപ്പം നമുക്ക് കുറേ സ്ഥലങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ദിവസം നമ്മൾ നടന്നൊരു പരുവായിരുന്നു. അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കോർണറിലിരുന്നു. അപ്പോൾ അവിടെ 2 പയ്യന്മാരിങ്ങനെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാനായിട്ട് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു.
റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റോപ്പായിരുന്നു ദ പാലസ്. ആക്ച്വലി ഇവർ പറയുന്നത് സമ്മറിൽ ഏതെങ്കിലും ഒരു മാസം ഇവർ ഈ പാലസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്, നമ്മൾ വിസിറ്റേഴ്സിനകത്ത് കയറി കാണിക്കാനൊക്കെ. അപ്പം ഞാൻ പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും എന്നോർത്തിട്ടായിരുന്നു ഞാൻ പോയത്, പക്ഷേ ഈ മാസം അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അതുവഴി ഒരു പാർക്ക് വഴിയൊക്കെ ഇറങ്ങി നടന്ന് അതുവഴി പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു കത്തീഡ്രലും കണ്ടത്. ഈ യൂറോപ്യൻ പള്ളികൾ എന്നാ ഭംഗിയാണ് എന്നുവെച്ചാൽ നമുക്ക് ആ പള്ളികളുടെ ആർക്കിടെക്ചർ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആലോചിക്കും എത്ര വർഷങ്ങളെടുത്തിട്ട് അവർ പണിത ഓരോരോ സ്ട്രക്ചേഴ്സ്. അതും ഒരു രീതിയിൽ വെച്ചാൽ അതിൻ്റെ വാതിൽ തന്നെ എങ്ങാണ്ട് 20 അടി പൊക്കമൊക്കെയാണ് അതിൻ്റെ വാതിലൊക്കെ തന്നെ. അപ്പം എത്ര ഡീറ്റെയിലിങ്ങിലാണ് അവർ ഓരോരോ ആർക്കിടെക്ചർ ഓരോരോ സ്ട്രക്ചേഴ്സ് പണിതിട്ടല്ലേ. ഇറ്റ്സ് അമേസിങ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വെറും ചില്ല് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനിവിടെ ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടുപിടിച്ച ഒരു സ്ഥലമായിരുന്നു വൂൾഫ് എന്ന് വെച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾ ആ സ്ഥലം തപ്പി പോയി അങ്ങനെ അവിടെ എത്തി. ഇത് നമ്മുടെ ലുലു മോളിൻ്റെ ടോപ്പ് ഫ്ലോറിൽ എങ്ങനെ ഇരിക്കുന്ന പലതരത്തിലത്തെ കുസീനിലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ലേ, അതേ കണക്കത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പം ഞങ്ങൾ സിറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. ഐ വുഡ് സേ 7 out of 10. നല്ലതായിരുന്നു. ഞാനൊരു എന്താ പറയുക സിറിയൻ ഗ്രിൽ ചിക്കൻ പ്ലാറ്ററായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഹുമ്മസ് ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു, ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ എന്താ പറയുന്നത് കുബൂസ് ആ സംഭവം ഉണ്ടായിരുന്നു. ജോസ് ഓർഡർ ചെയ്തത് ഒരു റോളായിരുന്നു, സിറിയൻ റോൾ, അതായത് ലാംപ് റോളിലായിരുന്നു ഓർഡർ ചെയ്തത്. പ്ലസ് എനിക്ക് ചിക്കൻ കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. പക്ഷേ ഇത് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാൽ ഭയങ്കര ഓയിലി ആയിരുന്നു. അപ്പം ഇറ്റ് വാസ് ഓക്കെ. ആ സമയത്ത് വിശപ്പൊന്ന് അടക്കാനായിട്ട് വേണ്ടി കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ജോസിന് റോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തിന് ലാംപ് റോളായിരുന്നു. പിന്നെ എല്ലാം പൊതുവേ ജോസിന് ഇങ്ങനെ പെട്ടെന്ന് ക്വിക്ക് ബൈറ്റ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം he enjoyed his meal. Even I enjoyed my meal. പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ ഫുഡ് ക്രിട്ടിക്കാണ്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് പറയും. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫുഡ് കഴിച്ചതെല്ലാം ദഹിപ്പിക്കാനായിട്ട് വേണ്ടി വെറുതെ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുമായിരുന്നു. നമ്മുടെ അടുത്ത് ബസ് വന്നവര് അപ്പം നമ്മൾ ഏത് സ്ട്രീറ്റിൽ കൂടെ കറങ്ങി വന്നാലും നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഗ്രാൻഡ് പ്ലേസിലോട്ടാണ്. അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ ഏരിയയിലോട്ട് തന്നെ എത്തി. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഇതിനെന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആർച്ചറിയാണോ അതോ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രാവിലെ ഈ ഏരിയയിൽ തന്നെയായിരുന്നു ആ ബ്രൈഡും ഗ്രൂമും ഇങ്ങനെ വേവ് ചെയ്ത് ഒക്കെ ഇരുന്നത്. അവിടെ തന്നെ അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ സെറ്റപ്പ് ക്രിയേറ്റ് ആക്കി. എന്തായാലും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് വേണ്ടി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രസൽസിൻ്റെ ഒരു ദിവസം മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇതിലും കൂടുതൽ നമുക്ക് ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതായിരുന്നു ഞാൻ മറ്റേ ക്യാൻഡി വാങ്ങിച്ച അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് കൊള്ളാമോ? എങ്ങനെയായിരുന്നു അത്? ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ് വാസ് ആർ ബ്രസൽസ് ട്രിപ്പ്. ഇത് ഞങ്ങൾ ബ്രസൽസിൽ നിന്ന് ആൻറ്റ്വേർപ്പിലോട്ട് പോകാനായിട്ട് വേണ്ടി ഇരുന്ന ഒരു ബസ് സ്റ്റോപ്പ് അവിടെയായിരുന്നു. അപ്പോൾ ആ ഏരിയ ഇച്ചിരി കൂടെ ഇങ്ങനെ മോഡേൺ ബിൽഡിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ഷോട്ട് എടുത്തതേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും കുറേ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻറ്റ്വേർപ്പ് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ആകാശത്തെ 2 കുത്തുപോലെ കണ്ടു. ഞാൻ ഓർത്ത് ഇതെന്ത് സാധനമാണെന്ന് വെച്ചുകൊണ്ട് സൂം ചെയ്ത് ഫോണിൽ കൂടെ നോക്കുമായിരുന്നു. പിന്നെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഹോട്ട് എയർ ബലൂണില്ലേ, ആ സംഭവമായിരുന്നെന്ന്. നമ്മൾ പോകുന്ന ട്രാമാണോ? അങ്ങനെ നമ്മൾ ആൻറ്റ്വേർപ്പ് എത്തി.